ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ പോയ പെൺകുട്ടിയാണ്. അവരുടെ സഹപാഠിയുടെ ആക്രമണത്തിലാണ് പെൺകുട്ടി മരിച്ചത്. കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ പ്രതികരണമാണ് കേട്ടത്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും കേസിന്റെ വിവരങ്ങളൊന്നും പക്ഷേ ലഭിക്കുന്നില്ല എന്നാണ് ബന്ധു പറഞ്ഞിരിക്കുന്നത്. പ്രതി സാദറുൽ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നുള്ള ആരോപണം കൂടി ബന്ധു ഉയർത്തുന്നുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങളുമാണ്. മനീഷ്, ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. പെൺകുട്ടിയെ വലിയ രീതിയിൽ ഉപദ്രവിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളടക്കം പുറത്തു വരുന്നത്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നാണോ പറയുന്നത്? മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? എന്താണ് ഈ കുടുംബം ആരോപിക്കുന്നത്? സ്മൃതി, വലിയ ആരോപണമാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുള്ളത്. അവിടെ ഉണ്ടായിരുന്ന സഹപാഠികൾ, അതായത് ഈ ഉസ്ബെക്കിസ്ഥാനിൽ ഈ ഖുബാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൽ ഈ മരിച്ച പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ അവിടെ പോലീസിന് കൊടുത്ത മൊഴിയും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ സഹപാഠികൾ പറഞ്ഞ ചില കാര്യങ്ങളുമാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മൃതദേഹം പരിശോധിച്ചിൽ നിന്ന് ഇവർക്ക് മനസ്സിലായ കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതി പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള സദറുൽ അനം, ഇയാൾ ഈ പെൺകുട്ടിയെ മതപരിവർത്തനത്തിന് ശ്രമിച്ചിരുന്നു എന്ന് സഹപാഠികൾ മൊഴി നൽകിയെന്നാണ് ബന്ധുക്കൾക്ക് നിലവിൽ നമ്മളോട് വിവരങ്ങൾ വ്യക്തമാക്കാനുള്ളത്. ഒപ്പം തന്നെ ഈ മൃതദേഹത്തിൽ തല മുതൽ കാല് വരെയുള്ള ഭാഗത്ത് പല സ്ഥലങ്ങളിലും മുറിവേറ്റ പാടുകളുണ്ട്, ചതഞ്ഞ പാടുകളുണ്ട്. പെട്ടെന്നൊരു പ്രകോപനത്തിന് ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് അല്ലെങ്കിൽ തലക്കടിയേറ്റാണ് പെൺകുട്ടി ആശുപത്രിയിൽ എത്തുന്നതായിരുന്നു അവിടെ ആശുപത്രിയിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരം. പക്ഷേ നിലവിൽ ഈ ബുഖാറ പോലീസിന്റെ അത്തരം വിവരം ഫോൾസ് ആണ്. അതായത് ഈ പെൺകുട്ടിയെ ഇയാൾ കുറെ അധികം സമയം ഉപദ്രവിച്ചതിനായിട്ടുള്ള ലക്ഷണങ്ങൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. നേരത്തെ നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, പെൺകുട്ടിയെ മുറി പൂട്ടിയിട്ട ശേഷം, അതായത് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഉള്ള ഹോസ്റ്റലാണ്. അത്തരം 16,000-ഓളം കുട്ടികളുള്ള ഹോസ്റ്റലാണ്. അവിടെ താഴത്തെ നിലയിൽ ആൺകുട്ടികളാണെങ്കിൽ മുകളിലത്തെ നിലയിൽ പെൺകുട്ടികളാണ്. അങ്ങനെ ഹോസ്റ്റൽ മുറിയിൽ എത്തിയാണ് ഈ പ്രതി സദറുൽ അനം മുറി പൂട്ടിയിട്ട ശേഷം പെൺകുട്ടിയെ മർദ്ദിച്ചുള്ള ചില വിവരങ്ങൾ ലഭ്യമായിരുന്നു. ഇപ്പോൾ അത് ഉറപ്പിക്കുന്ന തരത്തിലാണ് പെൺകുട്ടിയുടെ ദേഹമാസകലം മുറിവുകളുണ്ട്. പക്ഷേ കുടുംബത്തോട് നേരത്തെ ഏതെങ്കിലും അമ്മയോടോ ഒക്കെ തന്നെ എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യുന്ന ഘട്ടത്തിലൊന്നും ഇത്തരം കാര്യങ്ങൾ പെൺകുട്ടി കുടുംബാംഗങ്ങളോട് ആരോടും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇവരുടെ സംശയം ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്ന സംശയം കുടുംബത്തിലുണ്ട്. കാരണം മതപരിവർത്തന അടക്കം ശ്രമിക്കുന്നു. നേരത്തെയും പെൺകുട്ടിയെ ഈ രീതിയിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്ന് സഹപാഠികൾ തന്നെ പറയുന്നു. ഒപ്പം തന്നെ ഈ പ്രതിയുടെ കുടുംബത്തിന് സ്വാധീനമുള്ളവരാണ് അവർ. നേരത്തെ തന്നെ ഈ സംഭവം അറിഞ്ഞ ശേഷം തന്നെ അവിടെ പോലീസുമായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ആ പോലീസ് ചില വിവരങ്ങൾ മറച്ചുവെക്കുന്നു. അവർ പങ്കുവയ്ക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്നാണ്. പക്ഷേ ശരീരത്തിലെ മറ്റു മുറിവുകളെ പറ്റിയൊന്നും ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പറ്റി പരാമർശമില്ല. കേരളത്തിൽ അത് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് ഈ കുടുംബം പറയുന്നത്. സഹപാഠികൾ പറയുന്ന വിവരങ്ങൾ മാത്രമാണ് ഈ ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും കൃത്യമായി വിവരം ലഭിക്കുന്നില്ല എന്നുകൂടിയാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്.